നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് ഇപ്പോൾ അതിൻ്റെ സ്വാധീനത്താൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ മഴ സാഹചര്യമല്ല, എന്നിരുന്നാലും ചില ജില്ലകളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. പക്ഷേ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിലെല്ലാം കനത്ത മഴയ്ക്കും മഞ്ഞ് വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. അവിടെ അന്തരീക്ഷം വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണമെന്നാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇതിനൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 3 മാസത്തെ വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം ഡൽഹി ഉൾപ്പെടെയുള്ള വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സമതല പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ പാകിസ്ഥാനിലും ഉത്തർപ്രദേശിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും രൂപപ്പെട്ട അന്തരീക്ഷ ചുഴികൾ അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പമുള്ള വായുവിനെ ആകർഷിക്കുന്നതാണ് ഈ മാറ്റത്തിന് കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സലിനെ വെള്ളിയാഴ്ചത്തെ മഴ ബാധിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ഇടയിലുള്ള സമയത്ത് മഴ പെയ്തേക്കാമെന്നാണ്. ആകാശം മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധനായ ദേവേന്ദ്ര ത്രിപാഠി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിഹേഴ്സലിൽ പങ്കെടുക്കുന്നവരും കാണികളും മുൻകരുതൽ എടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കനത്ത മഴയും മഞ്ഞുവീഴ്ചയും കണക്കിലെടുത്ത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും IMD ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. നാസയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇത്തരത്തിലുള്ള വലിയ അന്തരീക്ഷ മാറ്റങ്ങളെ നിരീക്ഷിച്ചു വരികയാണ്. മേഘാവൃതമായ അന്തരീക്ഷം കാരണം കുറഞ്ഞ താപനിലയിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവ് ആദ്യമുണ്ടാകാമെങ്കിലും മഴയ്ക്ക് ശേഷം തണുപ്പ് വീണ്ടും ശക്തമാകും. ശൈത്യകാലം അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്ത് ഒരിക്കൽ കൂടി അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. കശ്മീർ താഴ്വരയിൽ വെള്ളിയാഴ്ച അതിശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടതിനെ തുടർന്നും ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുമ്പ് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് സമയവിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അറിയിച്ചു. റൺവേയിലെ മഞ്ഞ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ശ്രീനഗറിലേക്കുള്ള വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും താൽക്കാലികമായി നിർത്തിവെച്ചതായും ഇൻഡിഗോ അറിയിച്ചു. കാലാവസ്ഥ അനുമതി ലഭിച്ചാൽ ഉടൻ സർവീസ് പുനരാരംഭിക്കുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ സമയം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരുമെന്നും എയർലൈൻ വ്യക്തമാക്കി. സ്പേസ് ജെറ്റും സമാനമായ മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. താഴ്വരയിലെ പ്രധാന മലയോര പാതകളും ദേശീയപാതകളും കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിരിക്കുകയാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാത നവ്യൂഗ് ടണലിന് സമീപം ഗതാഗതം തടസ്സപ്പെട്ടു. മുഗൾ റോഡ്, സിന്ധൻ റോഡ് എന്നിവയും പലയിടത്തും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. റോഡുകൾ വഴുക്കലുള്ളതിനാൽ സുരക്ഷ മുൻനിർത്തി NH44 വാഹനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തടഞ്ഞിട്ടിരിക്കുകയാണെന്നും ജമ്മു കാശ്മീർ ട്രാഫിക് പോലീസ് അറിയിച്ചു. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഗുൽമർഗ്, കുപ്വാര, ബാരാമുള്ള, ഷോപ്പിയാൻ എന്നിവിടങ്ങളിലും പുതിയ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച ശ്രീനഗർ ഉൾപ്പെടെയുള്ള താഴ്വാരകളിലും കനത്ത മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ അസ്വസ്ഥതയുടെ സ്വാധീന ഫലമായി ജമ്മു കാശ്മീരിൽ വെള്ളിയാഴ്ചയാണ് മഞ്ഞുവീഴ്ചയും മഴയും അതിന്റെ പരമാവധിയിലെത്തുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനുവരി 26ഓടെ മറ്റൊരു പടിഞ്ഞാറൻ അസ്വസ്ഥത കൂടി എത്താൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും തണുപ്പ് തുടരും. മഴ പെയ്യുന്നതോടെ ഡൽഹിയിലെ വായു മലിനീകരണത്തിന് നേരിയ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നഗരത്തിലെ ശരാശരി വായു നിലവാര സൂചിക 313 ആയിരുന്നു. മഴ പെയ്തതോടെ വെള്ളിയാഴ്ച രാവിലെ ഇത് 297 ആയി മെച്ചപ്പെട്ടിട്ടുണ്ട്. വായു നിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണത്തിനായുള്ള ഗ്രേഡ് 3 നിയന്ത്രണങ്ങൾ അധികൃതർ പിൻവലിച്ചു. ഡൽഹിയിൽ വെള്ളിയാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും ഇടിമിന്നലോട് കൂടി
കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നരേല, ബവാന, അലിപൂർ, രോഹിണി, പശ്ചിമ വിഹാർ, പഞ്ചാബി ബാഗ്, ദ്വാരക തുടങ്ങി ഡൽഹിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയെ തുടർന്ന് പകൽ താപനില 18 മുതൽ 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെങ്കിലും ഉടനടി ഒരു കടുത്ത ശൈത്യ തരംഗത്തിന് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ആകാശം മേഘാവൃതമായിരിക്കുന്നതും തണുത്ത കാറ്റ് കാരണം പുലർച്ചെയും വൈകുന്നേരവും കടുത്ത തണുപ്പ് അനുഭവപ്പെടും. ജനുവരി 24 വരെ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കാലാവസ്ഥ തുടരാനാണ് സാധ്യത. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്കും പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലും വീണ്ടും മഴ എത്തുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട കനത്ത ചൂടിന് ചെറിയ ആശ്വാസം നൽകാൻ മഴയ്ക്ക് സാധിച്ചേക്കും. അടുത്ത 3 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് നൽകിയിട്ടുണ്ട്. നേരിയ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് അലേർട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ഗ്രീൻ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഞായറാഴ്ച മുഴുവൻ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുതെന്നും കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലഭിക്കേണ്ട തുലാവർഷത്തിൽ വലിയ കുറവുണ്ടായി. സാധാരണ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും പല ജില്ലകളിലും ലഭിച്ചില്ല. 2026 ജാനുവരിയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ പെയ്ത മഴയുടെ അളവിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില 35 ഡിഗ്രി സെൽഷ്യസ് കടന്നിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അമിതമായി വർദ്ധിക്കുന്ന താപനിലയുടെ ഫലമായി എൽ നിനോ പ്രതിഭാസം രൂപപ്പെടുകയും ഇത് സംസ്ഥാനത്തെ സാരമായ രീതിയിൽ ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എൽ നിനോ പ്രതിഭാസം രൂപപ്പെടാനാണ് സാധ്യത. സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്തും സമുദ്രോപരിതല ജലം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ഏതായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും മുന്നറിയിപ്പുണ്ട്. കേരളത്തിലാണെങ്കിൽ ചില ജില്ലകളിൽ മാത്രം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പുള്ളത്. കൃത്യമായി തന്നെ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അത് ജാഗ്രതയോടുകൂടി തന്നെ അത് പാലിക്കേണ്ടതാണ്.